കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. തിരുപ്പൊന്നാനിപ്പുഴ സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം സാധ്യതാ പഠനയാത്ര നടത്തി. താഴെപ്പാലം ബോട്ട് ജെട്ടിയിൽ നിന്നും ആരംഭിച്ച യാത്ര വെട്ടം പഞ്ചായത്തിലാണ് സമാപിച്ചത്. 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ പുഴയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ബോട്ട് ജെട്ടിയും ഫിഷ് ബൂത്തുകളും നിർമ്മിക്കും. വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും ജില്ലാ പഞ്ചായത്തും 2 ബ്ലോക്ക് പഞ്ചായത്തും 7 ഗ്രാമപഞ്ചായത്തുകളും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി പറഞ്ഞു. മലപ്പുറം ജില്ലാ പഞ്ചായത്തും തിരൂർ, താനൂർ ബ്ലോക്ക് പഞ്ചായത്തുകൾ, തലക്കാട്, വെട്ടം, പുറത്തൂർ, മംഗലം, തൃപ്രങ്കോട്, ചെറിയമുണ്ടം, തിരുനാവായ എന്നീ പഞ്ചായത്തുകളും ചേർന്ന് നടപ്പിലാക്കുന്ന തിരുപ്പൊന്നാനിപ്പുഴ സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേർന്ന് സാധ്യതാ പഠനയാത്ര സംഘടിപ്പിച്ചത്. താഴെപ്പാലം ബോട്ട് ജെട്ടിയിൽ നിന്നും ആരംഭിച്ച യാത്ര വെട്ടം പഞ്ചായത്തിലാണ് സമാപിച്ചത്. ആ ബോട്ട് സർവീസ് പുനഃസ്ഥാപിക്കണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആളുകൾക്ക് ഇവിടെ വരാൻ കഴിയും, പുഴയെ സംരക്ഷിക്കപ്പെടാൻ കഴിയും. ഏത് സമയത്തും അപ്പുറത്തേക്ക് പോകാവുന്ന തരത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, ഒരു 50 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. 3 ഘട്ടങ്ങളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ബോട്ട് ജെട്ടി, ഫിഷ് ബൂത്ത്, മിനി പാർക്കുകൾ നിർമ്മിക്കും. വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും ജില്ലാ പഞ്ചായത്തും 2 ബ്ലോക്ക് പഞ്ചായത്തും 7 ഗ്രാമപഞ്ചായത്തുകളും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി പറഞ്ഞു. വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി എല്ലാം കൊണ്ടും വളരെയേറെ ഗുണകരമായി ജനങ്ങൾക്ക് നടക്കാനുള്ളത് ഫിഷ് ബോട്ടുകൾ, അതുപോലെ ഫിഷ് അത് വിപണനം നടത്താനുള്ള സെൻ്ററുകൾ എല്ലാം നടത്തി പല രീതിയിലും കുടുംബശ്രീ മറ്റുള്ളവരൊക്കെ ഇതിനെ ഉപയോഗപ്പെടുത്തി ഏറ്റവും മനോഹരമായൊരു പദ്ധതിയാക്കി കൊണ്ടുവരാനാണ് ജില്ലാ പഞ്ചായത്തും ബ്ലോക്കും അതുപോലെ തന്നെ മറ്റ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ജില്ലാ പഞ്ചായത്തുകളും എല്ലാം കൂടിയുള്ള ഒരു വലിയ സംയുക്ത പ്രൊജക്ട്. നാടിന് ഏറെ ഗുണകരമാകുന്ന, ഏറെ ശ്രദ്ധേയമാകുന്ന ഒരു പ്രൊജക്റ്റാണ്. ബഹുമാനപ്പെട്ട കലക്ടറും അതുകൊണ്ടതാണ് വളരെ തിരക്ക് പിടിച്ചിട്ടും ഞങ്ങൾ ഇവിടെ എത്തി ഒന്ന് കാണാനും തന്നെ ഇവിടെ എത്തിക്കുന്നത്. ജില്ലാ കളക്ടർ വിനയ് ഗോയൽ, തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP സ്മിജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ഷാഹിന നിയാസി, ആലിപ്പറ്റ ജമീല, അംഗങ്ങളായ ബഷീർ രണ്ടത്താണി, വെട്ടം ആലിക്കോയ, തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ കീടത്തിൽ ഇബ്രാഹിം ഹാജി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷബിന, നൌഷാദ് പറപ്പൂത്തടം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VP സക്കീന, ജസ്ന ബാനു, റംല, VP മുബാറക്ക് എന്നിവരും ഇറിഗേഷൻ, ഹാർബർ, പോർട്ട് വിഭാഗം ഉദ്യോഗസ്ഥരുമാണ് യാത്രയിൽ പങ്കാളികളായത്.